നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. എലൈറ്റ് ലേണേഴ്സിന്റെ വിക്ടറി ഡേയിൽ +2 വിജയികളെ അനുമോദിച്ചു. 100ഓളം കുട്ടികൾ എല്ലാ സയൻസ് വിഷയങ്ങളിലും A+ കരസ്ഥമാക്കി. 150ഓളം കുട്ടികൾ 90% കൂടുതൽ മാർക്ക് വാങ്ങി വിജയിച്ചു. ദാറുസ്സലാം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ എലൈറ്റ് ലേണേഴ്സ് ഡയറക്ടർ PA സലാം ലില്ലീസ് അധ്യക്ഷത വഹിച്ചു. തിരൂർ ചെയർപേഴ്സൺ AP നസീമ ഉദ്ഘാടനം ചെയ്തു. എലൈറ്റ് ലേണേഴ്സ് മാനേജിംഗ് ഡയറക്ടർ ഷുഹൈബ് മുളിയത്തിൽ സ്വാഗതം പറഞ്ഞു. തിരൂർ മുനിസിപ്പാലിറ്റി എഡ്യൂക്കേഷൻ ചെയർപേഴ്സൺ റസിയ ഷാഫി ആശംസകൾ നൽകി. എലൈറ്റ് ലേണേഴ്സ് അഡ്മിനിസ്ട്രേറ്റർ നസീബ തസ്നി നന്ദി പറഞ്ഞു. പ്രശസ്ത ഗായിക മീരയുടെ നേതൃത്വത്തിലുള്ള നഗര മ്യൂസിക് ബാൻഡിന്റെ ഗാനമേളയും അരങ്ങേറി. റിസൾട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ 46 കുട്ടികൾക്കാണ് എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടിയിട്ടുള്ളത്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, കമ്പ്യൂട്ടർ സയൻസ്, ഇംഗ്ലീഷ്, ലാംഗ്വേജ് അടക്കം എല്ലാ വിഷയത്തിലും ഒരു വിഷയത്തിൽ പോലും A+ നഷ്ടപ്പെടാതെ ഫുൾ വിഷയത്തിൽ A+ കിട്ടിയ 46 കുട്ടികളുണ്ട്. എലൈറ്റ് ലേണേഴ്സ് കോച്ചിങ് കൊടുക്കുന്നത് സയൻസ് വിഷയങ്ങൾക്കാണ്. ഈ സയൻസ് വിഷയങ്ങൾക്ക് മാത്രം A+ വാങ്ങിയിട്ടുള്ളത് 90ഓളം കുട്ടികളാണ്. ആ കുട്ടികൾക്ക് A+ നഷ്ടപ്പെട്ടത് അവരുടെ ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റിലോ ചിലപ്പോൾ ലാംഗ്വേജ് എന്ന സബ്ജക്റ്റിലോ ആയിരിക്കും. 130ഓളം കുട്ടികൾ ഈ വർഷം നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ചിറങ്ങിയിട്ടുണ്ട്. ഈ കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത്. ആദ്യമായി ഇത്തരത്തിലുള്ള വിഷയം കരസ്ഥമാക്കിയ ഈ ഇരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളെ ഞാൻ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ വിജയം കരസ്ഥമാക്കാൻ വേണ്ടി നിങ്ങളെ അഹോരാത്രം വർക്ക് ചെയ്ത, നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും ചെയ്തു തന്ന നിങ്ങളെ മുഴുവൻ പാരൻസിനെയും ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു. അവർക്ക് എൻ്റെ വിദ്യാർത്ഥികളോട്, എൻ്റെ കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര അവസരങ്ങൾ കിട്ടിയത്, നിങ്ങൾ ജീവിക്കുന്നത് എല്ലാ സൗകര്യങ്ങളും ഉള്ള കാലഘട്ടത്തിലാണ്. നിങ്ങളെ പല പാരൻസിനും ഈ സൗകര്യമൊന്നുമില്ലാത്ത ഒരു കാലഘട്ടം മുൻപ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അന്ന് അവരൊന്നും ഡയറക്റ്റ് ചെയ്യാനോ അവർക്ക് വേണ്ട അഡ്വൈസ് കൊടുക്കാനോ ഇത്തരത്തിലുള്ള മോട്ടിവേഷൻ ക്ലാസ് നടത്താനോ നിങ്ങൾ എന്തിന് ചെയ്യണം, എന്ത് പഠിക്കണമെന്നൊന്നും പറഞ്ഞു കൊടുക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ അതിനൊന്നും പ്രാപ്തിയില്ലാത്ത ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ആ സൗകര്യങ്ങളൊക്കെ അവർക്ക് കിട്ടാഞ്ഞിട്ട് പോലും എൻ്റെ മക്കൾക്ക് അത് കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും എൻ്റെ മക്കൾ അത്യുന്നത സ്ഥാനങ്ങളിൽ എത്തട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നിങ്ങളെ പല പാരൻസും ഈ സൗകര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. സൂചിപ്പിച്ച പോലെ മോശമാകാൻ എല്ലാവർക്കും പറ്റും. ഏറ്റവും കൂടുതൽ മോശമാകാൻ പറ്റിയ ഒരു സമയമാണ് ടീനേജ്. ആ ഒരു സമയത്തിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ മറ്റു ചിന്താഗതികളോ ഒന്നുമില്ലാതെ തൻ്റെ പഠനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിൽ ഫുൾ മാർക്ക് വാങ്ങുക എന്നുള്ളത് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനമുള്ള ഒരു കാര്യമാണ്. നിങ്ങളത് നേടിയിരിക്കും. അത് നേടാൻ എലൈറ്റ് ലേണേഴ്സിന് നിങ്ങളെ എത്രയധികം സഹായിക്കാൻ സാധിച്ചത്, ആ സഹായം സ്വീകരിച്ചത് നല്ല രീതിയിൽ ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിനും നാടിനും മാതൃകയാവുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തിയതിൽ ആദ്യമായി ഞാൻ നിങ്ങൾ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. ഡോക്ടറാവണം അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണം, ഞാൻ പറയുന്നേ എൻ്റെ കുട്ടി ആവാൻ പാടുള്ളൂ എന്നുള്ളൊരു സംഭവമൊക്കെ ഉണ്ടാവും. അല്ല, അധികമുള്ള രക്ഷിതാക്കൾ ഞാനടക്കമുള്ളവർ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ മക്കൾ ആഗ്രഹിക്കുന്നത് അതൊന്നും ആവില്ല. നേരത്തെ സിംഗറെ പറ്റി പറഞ്ഞു, മീരയെ പറ്റി പറഞ്ഞു. മീര സുവോളജി വിദ്യാർത്ഥിയാണ്. പക്ഷെ മീനൻ്റെ കഴിവ് സുവോളജി പഠിക്കാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കോഴ്സ് പോകാനൊന്നുമല്ല. അവർ നല്ല പാട്ടുകാരാണ്, അവർ സംഗീതം പഠിക്കട്ടെ. അവർ നല്ല സംഗീതം പഠിച്ചു കഴിഞ്ഞ് അതിൽ അവർ ഏറ്റവും കൂടുതൽ എക്സ്പേർട്ടായി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ സമൂഹം കണ്ട, അല്ലെങ്കിൽ നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും നല്ല സിംഗറായി മാറാൻ ഒരു കഴിവ് കൊടുക്കാൻ, അല്ലെങ്കിൽ ഒരു അരി പോലും പഠിക്കാതെയാണ് അവർ ഇത്രയും നല്ല അവരുടെ ഉള്ളിലുള്ള കഴിവ് സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോഴാണ് അവർ ഇത്രയും ഹൈലൈറ്റ് ആകുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കഴിവുകളെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അടച്ചു വയ്ക്കുന്ന സാഹചര്യം ഉണ്ടാവാം. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടാകരുത്. നമുക്ക് എന്തിനാണോ താല്പര്യം, നമ്മളെന്താണോ ഇഷ്ടപ്പെടുന്നത്, അതിൽ നമുക്കതിന് ഞാൻ പൊളിറ്റിക്കൽ രാഷ്ട്രീയക്കാരും എനിക്കിതാണ് ഇഷ്ടമെങ്കിൽ ഞാൻ ഇതെന്ന് ചെയ്യണം. നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീൽഡ് ഏതാണോ അത് തിരഞ്ഞെടുക്കുകയും അത് നന്നായി പഠിക്കുകയും ചെയ്താലാണ് അത് 100% എത്താൻ കഴിയുന്നത്. അതുപോലെ മുന്നോട്ട് പോവുക. എല്ലാവർക്കും ഇപ്പോൾ പഴയ പോലെ എല്ലാവർക്കും അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് കോഴ്സ് എടുക്കാനും രക്ഷിതാക്കളുടെ സപ്പോർട്ടും കുടുംബക്കാരുടെ സപ്പോർട്ടൊക്കെ കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതേ രീതിയിൽ നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ അംബിഷൻ അത് നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ.
മീഡിയ ന്യൂസ് തിരൂർ. മുയൽ വാഴുമിടം, പണം വാരുമിടം, ആഷിയാന റാബിറ്റ് ഫാം. ആഷിയാന റാബിറ്റ് ഫാം മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം, താഴെപ്പാലം, തിരൂർ, മലപ്പുറം. ഫോൺ 0494242905, മൊബൈൽ 9895297205. വെബ്സൈറ്റ് www.ashiyanarabbitfarm.com. ഇമെയിൽ office@